നമുക്കിപ്പോൾ ഉള്ള പല അസുഖങ്ങളുടെയും കാരണം നമ്മുടെ ഭക്ഷണത്തിൽ ആവശ്യത്തിന് പ്രോബയോട്ടിക്കും പ്രീബയോട്ടിക്കും ഇല്ലാത്തതാണ് എന്ന് പുതിയ പഠനങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. എന്താണ് പ്രോബയോട്ടിക്, എന്താണ് പ്രീബയോട്ടിക് എന്നാണ് വിശദമായിട്ട് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. പ്രോബയോട്ടിക് എന്ന് പറഞ്ഞാൽ നമുക്ക് ഉപകാരപ്രദമായിട്ടുള്ള ബാക്ടീരിയകളാണ്. ഈ ബാക്ടീരിയകൾ നമ്മുടെ വയറിനകത്താണ് താമസിക്കുന്നത്. അതായത് ചെറുകുടലിനും വൻകുടലിനും ഒക്കെ ഉള്ളിൽ ഇത് മില്യൺ കണക്കിന് ബാക്ടീരിയകളുണ്ട്. മില്യൺ അല്ല, ട്രില്യൺ കണക്കിന് ബാക്ടീരിയകളുണ്ട്. ഈ ബാക്ടീരിയകൾ നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? ഇവ നമ്മൾ ജനിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ വയറിനകത്തുണ്ട്. അത് പല രീതിയിൽ നമ്മുടെ വയറിനകത്ത് എത്തിപ്പെടുന്നുണ്ട്. അപ്പോൾ ഒരു സംശയം ഉണ്ടാവും, ജനിക്കുന്നതിന് മുമ്പ് തന്നെ എങ്ങനെയാണ് ഈ ബാക്ടീരിയകൾ നമ്മുടെ വയറിനകത്ത് കടന്നു കൂടുന്നത് എന്നുള്ളത്. അതിനുള്ള ഉത്തരമാണ്, ഈ ബാക്ടീരിയകൾ നമ്മുടെ അമ്മയിൽ നിന്നാണ് ഒരു കുട്ടിക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഗർഭകാലത്ത് അമ്മയുടെ ആരോഗ്യം നല്ലതാണെങ്കിൽ, അമ്മയ്ക്ക് നല്ല ഇമ്മ്യൂണിറ്റി, പ്രതിരോധ ശക്തിയൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികൾക്കും അതനുസരിച്ചുള്ള നല്ല ബാക്ടീരിയകളെ കിട്ടുകയും കുട്ടികളുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിക്കുകയും ചെയ്യും. എങ്ങനെയാണ് ഒരു കുട്ടിക്ക് അമ്മയിൽ നിന്നും ഇത്തരം പ്രോബയോട്ടിക് ബാക്ടീരിയകളെ കിട്ടുന്നത്? ഒന്ന്, കുട്ടി വളർന്നു വരുന്ന പ്ലസൻ്റ ഉണ്ട്, അതായത് ഗർഭപാത്രത്തിലുള്ള ദ്രാവകം. ഇതിലൂടെ കുട്ടിക്ക് ബാക്ടീരിയാസിനെ കിട്ടും. ഇതിലൂടെ ബാക്ടീരിയകൾ കുട്ടിയുടെ സ്കിന്നിനകത്ത് പ്രവേശിക്കുകയും അതിൽ നിന്നും രക്തത്തിൽ കലരുകയും അതിൽ നിന്നും കുട്ടിയുടെ വയറിനകത്തേക്ക് എത്തും. ഒരു കുട്ടി വളർന്നു വരുന്ന സമയത്ത് തന്നെ ഗർഭപാത്രത്തിനകത്തുള്ള അമ്നിയോട്ടിക് ഫ്ലൂയിഡ്, അതായത് ഗർഭസ്ഥ ശിശു വളരുന്ന ദ്രാവകം, അതിൽ നിന്നും കുട്ടിക്ക് ഈ ബാക്ടീരിയകളെ കിട്ടും. അതായത് അമ്മയുടേതാണ് അമ്നിയോട്ടിക് ഫ്ലൂയിഡ്. ഒരു കുട്ടി ജനിക്കുന്നതിന് മുമ്പ് തന്നെ എങ്ങനെയാണ് ബാക്ടീരിയാസ് കുട്ടിയുടെ വയറിനകത്ത് എത്തുന്നത്? വളരെ രസകരമായിട്ടുള്ള കഥയാണ്. മാത്രമല്ല നമ്മുടെ ശരീരത്തെക്കുറിച്ച് അത്ഭുതപ്പെടുത്തുന്ന ഒരു കഥയും കൂടെയാണ്. അതായത് ഒരു അമ്മയുടെ ശരീരത്തിലുള്ള പ്രോബയോട്ടിക് ബാക്ടീരിയ അമ്മയുടെ വയറിൽ നിന്നും മാക്രോഫേജസ് എന്നറിയപ്പെടുന്ന രക്താണുക്കൾ ഈ ബാക്ടീരിയകളെ വിഴുങ്ങുകയും ഈ മാക്രോഫേജസ് അമ്മയുടെ രക്തത്തിലാണ് ഉണ്ടാവുക. ഇത് രക്തത്തിലൂടെ അമ്നിയോട്ടിക് ഫ്ലൂയിഡ്, അതായത് കൊച്ച് വളർന്നു വരുന്ന ഗർഭപാത്രത്തിലെ ദ്രാവകത്തിലേക്ക് എത്തുകയും ചെയ്യും. അതോടൊപ്പം തന്നെ ഇത് പ്ലസൻ്റയിലും ഉണ്ടാവും. പ്ലസൻ്റ വഴി കുട്ടിയുടെ ശരീരത്തിലേക്ക് പൊക്കിൾ കൊടി വഴി ഈ ബാക്ടീരിയകൾ കുട്ടിയുടെ ശരീരത്തിലെത്തുകയും കുട്ടിയുടെ വയറിനകത്തെത്തുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു കുട്ടി ജനിക്കുന്ന സമയത്ത് നോർമൽ വജൈനൽ ഡെലിവറി ആണെങ്കിൽ അതിന് കൂടുതലായിട്ട് ഇമ്മ്യൂണിറ്റി ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നുണ്ട്. കാരണം നോർമൽ വജൈനൽ ഡെലിവറിയിൽ കുട്ടി ഈ വജൈനയിലൂടെ കടന്നു പോകുമ്പോൾ കുട്ടിക്ക് ഒരുപാട് ബാക്ടീരിയാസ് ലഭിക്കാൻ സാധ്യതയുണ്ട്. ഒരു കൊച്ചിന് നമ്മൾ കൊടുക്കുന്ന ആദ്യത്തെ വാക്സിൻ എന്ന് പറയുന്നത് ഏതാണെന്നറിയോ? അത് അമ്മയുടെ മുലപ്പാലാണ്. ഈ മുലപ്പാലിൽ നിറയെ പ്രോബയോട്ടിക് ബാക്ടീരിയകളാണ്, പ്രീബയോട്ടിക് ആയിട്ടുള്ള സബ്സ്റ്റൻസസ് ആണ്. ഇതൊരു കുട്ടിയുടെ ശരീരത്തിലേക്ക് എത്തുന്നതോടുകൂടി കുട്ടിക്ക് പ്രോബയോട്ടിക് ആൻഡ് പ്രീബയോട്ടിക് സപ്ലിമെൻ്റ് ആണ് ലഭിക്കുന്നത്. ഇതൊരു ഇൻഫൻറ്റിന് കിട്ടുന്നതോടുകൂടി ആ കുട്ടിക്ക് പ്രോബയോട്ടിക്കും പ്രീബയോട്ടിക്കുമായിട്ടുള്ള റിച്ച് സപ്ലിമെൻ്റ് ആണ് കിട്ടുന്നത്. അതുകൊണ്ട് ജനിച്ച ഉടനെ തന്നെയുള്ള മുലപ്പാൽ കൊച്ചിന് കൊടുക്കൽ നിർബന്ധമാണ്. മാത്രമല്ല ഒരു കുട്ടിക്ക് ഒരു വർഷത്തോളം മുലപ്പാൽ കൊടുക്കണം എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനം ഇതാണ്. കാരണം കുട്ടിക്ക് ആവശ്യത്തിനുള്ള പ്രോബയോട്ടിക് പ്രീബയോട്ടിക് ആൻറ്റിബോഡീസ് എല്ലാം മുലപ്പാലിലൂടെയാണ് കിട്ടുന്നത്. ഈ പ്രോബയോട്ടിക് പ്രീബയോട്ടിക് ബാക്ടീരിയകൾ കുട്ടിയുടെ വയറിനകത്ത് നിക്ഷേപിക്കപ്പെടുകയും അത് അവിടെ കോളനിയായിട്ട് വളർന്നു വരികയും അവ ഡിവൈഡ് ചെയ്ത് അവയ്ക്ക് രൂപമാറ്റങ്ങൾ സംഭവിച്ച് പല തരത്തിലുള്ള ബാക്ടീരിയകളായിട്ട് മാറുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെയാണ് ഒരു കുട്ടിക്ക് പ്രോബയോട്ടിക് ഒരു ഗട്ട് മൈക്രോബ് അല്ലെങ്കിൽ ഗട്ട് ഫ്ലോറ ഉണ്ടായി ഡെവലപ്പ് ചെയ്ത് വരുന്നത്. ഈ മൈക്രോബ്സ്, ഈ ഒരു ഗട്ട് ഫ്ലോറ നമ്മൾ എന്തെങ്കിലും ആൻറ്റിബയോട്ടിക് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ ഇതിൽ പല ബാക്ടീരിയാസും നഷ്ടപ്പെടുകയും കുട്ടിക്ക് ഭാവിയിൽ ഇമ്മ്യൂണിറ്റിയെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു വയസ്സ് വരെയുള്ള കുട്ടികളെ നമ്മൾ ആൻറ്റിബയോട്ടിക് കൊടുക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം മാത്രം അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം ആൻറ്റിബയോട്ടിക് കൊടുക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഇത് ഈ കുട്ടിയുടെ ഭാവിയെയാണ് ബാധിക്കുന്നത്. അതായത് ഈ പ്രോബയോട്ടിക് ബാക്ടീരിയാസ് പലതും ലൈഫ് ലോങ് ആയിട്ട് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. പല ബാക്ടീരിയാസും നമ്മൾ പിന്നീട് മരുന്നൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പിന്നീട് തൈര്, മോര്, പാലൊക്കെ കൊടുക്കുമ്പം വീണ്ടും വളർന്നു വരും. പക്ഷേ ചില ബാക്ടീരിയാസ് പൂർണ്ണമായിട്ടും നശിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ആൻറ്റിബയോട്ടിക്സ് കൊടുക്കുമ്പോൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം കൊടുക്കുക. എങ്ങനെയാണ് പ്രോബയോട്ടിക് ബാക്ടീരിയ നമ്മുടെ ഉള്ളിലേക്ക് എത്തുന്നത് എന്നതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു. എന്തുകൊണ്ടാണ് പ്രോബയോട്ടിക്കും പ്രീബയോട്ടിക്കും നമ്മുടെ ശരീരത്തിന് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാൻ കാരണം അറിയോ? മനുഷ്യന്മാരുടെ സന്തോഷം, മൂഡ്, പെയിൻ, സ്റ്റിമുലസ്, അതുപോലെ തന്നെ ഒരുപാട് ഘടകങ്ങളെ സ്വാധീനിക്കുന്ന ഒരു കെമിക്കലാണ് സെറോട്ടോണിൻ.
സെറോട്ടോണിൻ, ഡോപ്പമിൻ, എൻഡോർഫിൻ, അങ്ങനെ ഒരുപാട് ഹോർമോൺസും കെമിക്കൽസും ഒക്കെയാണ് നമുക്ക് സന്തോഷവും മോട്ടിവേഷനും നമുക്ക് എനർജിയും ദീർഘായുസ് വരെ നൽകുന്നത്. ഇതിൽ 90% സെറോട്ടോണിൻ നമ്മുടെ വയറിനകത്താണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ബാക്കി 10% മാത്രമാണ് ഇതെല്ലാം നിയന്ത്രിക്കുന്ന ബ്രെയിനകത്തുള്ളത്. അപ്പോൾ ഈ വയറിനകത്തെ 90% സെറോട്ടോണിനും ഉൽപ്പാദിപ്പിക്കുന്ന ആരാന്നറിയോ? അത് ഈ പ്രോബയോട്ടിക് ബാക്ടീരിയയുടെ സഹായത്തോടു കൂടിയാണ്. അതാണ് ഈ പ്രോബയോട്ടിക് ബാക്ടീരിയകളുടെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ്. ഈ സെറോട്ടോണിൻ ആണ് നമ്മുടെ വയറിൻ്റെ ചലനങ്ങളും ദഹനവും, അതുപോലെ തന്നെ കോൺസ്റ്റിപ്പേഷൻ, വയറുവേദന, ഇൻഫ്ലമേഷൻ, ആൻറ്റി ഇൻഫ്ലമേറ്ററി ആൻഡ് ഇൻഫ്ലമേറ്ററി ബാക്ടീരിയകളുടെ ഒരു പാത്വേസ് ഉണ്ട്. അതായത് ചില ബാക്ടീരിയകൾ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ബാഡ് ബാക്ടീരിയകളുണ്ട്. അതോടൊപ്പം തന്നെ പ്രോബയോട്ടിക് ആയിട്ടുള്ള നല്ല ബാക്ടീരിയകൾ ചെയ്യുന്നത് ആൻറ്റി ഇൻഫ്ലമേറ്ററി പാത്വേ, അതായത് നമ്മുടെ വയറിനകത്ത് 2 പാത്വേസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഉണ്ട്, ഇൻഫ്ലമേറ്ററി പാത്വേ ഉണ്ട്. അതിൽ പ്രോബയോട്ടിക് ബാക്ടീരിയകളുടെ എണ്ണം കുറയുമ്പോൾ, പ്രോബയോട്ടിക് ബാക്ടീരിയസ് നശിച്ചു പോകുമ്പോൾ ഈ ആൻറ്റി ഇൻഫ്ലമേറ്ററി പാത്വേ ഡൗൺ ആവുകയും ഇൻഫ്ലമേറ്ററി പാത്വേ വലുതാവുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് വയറിൻ്റെ പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. അതായത് പലപ്പോഴും ഒരു 35-40 വയസ്സിനൊക്കെ ശേഷമായിരിക്കാം. അപ്പോൾ നമ്മുടെ പ്രോബയോട്ടിക് ബാക്ടീരിയസിൻ്റെ എണ്ണം കുറയുകയും വയറിനകത്ത് ഇൻഫ്ലമേഷൻ തുടങ്ങുകയും വയറിൻ്റെ ഓരോരോ പ്രശ്നങ്ങൾ ഇങ്ങനെ തുടങ്ങും. അതായത് ഇൻഫ്ലമേറ്ററി ബൗൾ ഡിസീസ് എന്നൊക്കെ പറയും, IBS എന്ന് പറയുന്ന അസുഖം പലർക്കും ഉണ്ട്. ഒരുപാട് മരുന്ന് കഴിച്ചിട്ട് മാറാത്തതാണ്. പല രീതിയിൽ അത് അവരുടെ സോഷ്യോ എക്കണോമിക്, അവരുടെ പേഴ്സണൽ ലൈഫിനെ ബാധിക്കുന്നുണ്ട്. ഇതിനൊരു പരിഹാരമായിട്ട് നമുക്ക് ഈ പ്രോബയോട്ടിക് ബാക്ടീരിയാസ് നമ്മുടെ ശരീരത്തിൽ വർദ്ധിപ്പിക്കുന്നത് ഗുണകരമായിരിക്കും. ഇതുപോലെ വയറിനെ ബാധിക്കുന്ന ഒരുപാട് അസുഖങ്ങൾ, ഈവൻ ക്യാൻസർ, കൊളൺ ക്യാൻസർ, പ്രോബയോട്ടിക് പ്രീബയോട്ടിക് സബ്സ്റ്റൻസസിൻ്റെ കുറവ് കാരണം ആവാം. പക്ഷേ എന്ന് കരുതി കുറേ പ്രോബയോട്ടിക് പ്രീബയോട്ടിക് സബ്സ്റ്റൻസ് ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മെൻ്റൽ ഹെൽത്ത് ഇമ്പ്രൂവ് ആവുന്നത് ഡയറക്റ്റ് സെറോട്ടോണിൻ്റെ എഫക്റ്റായിട്ട് നമ്മൾ കരുതാൻ പാടില്ല. കാരണം സെറോട്ടോണിൻ എന്ന് പറയുന്നത് ബ്ലഡ് ബ്രെയിൻ ബാരിയറിന് അത് ക്രോസ് ചെയ്യാൻ പറ്റുന്നില്ല. അതായത് നമ്മുടെ ബ്ലഡിലുള്ള സെറോട്ടോണിൻ ചിലപ്പോൾ ബ്രെയിനിൽ എത്തിക്കണമെന്നില്ല. അതുകൊണ്ടാണ് ബ്രെയിനിൽ തന്നെ ഒരു 10% സെറോട്ടോണിൻ അവിടെ ഉൽപ്പാദിപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ കുറേ പ്രോബയോട്ടിക് അല്ലെങ്കിൽ പ്രീബയോട്ടിക് കഴിച്ചെന്ന് കരുതിയിട്ട് ബ്രെയിൻ സെറോട്ടോണിനെ ഡയറക്റ്റായിട്ട് വർദ്ധിപ്പിക്കാൻ കഴിയില്ല എന്നാണ് പഠനങ്ങൾ കാണിക്കുന്നത്. പക്ഷേ പ്രീബയോട്ടിക് പ്രോബയോട്ടിക് സബ്സ്റ്റൻസസ് കഴിക്കുന്നത് നമ്മുടെ മൂഡിനെയും നമ്മുടെ എനർജിയൊക്കെ നല്ല രീതിയിൽ അഫക്റ്റ് ചെയ്യും. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ട് കാണുമല്ലോ എന്തുകൊണ്ടാണ് പ്രോബയോട്ടിക് അല്ലെങ്കിൽ പ്രീബയോട്ടിക് ഫുഡ് നമ്മുടെ ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്തണം എന്ന് പറയുന്നതിൻ്റെ ഒരു ശാസ്ത്രീയ വശം. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ ഇടുന്നതാണ്. അതോടൊപ്പം തന്നെ പ്രീബയോട്ടിക് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ഏതൊക്കെയാണ്, പ്രോബയോട്ടിക് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ഏതൊക്കെയാണ്. നമ്മൾ വളരെ വില കൊടുത്തിട്ട് ഈ പ്രീബയോട്ടിക് പ്രോബയോട്ടിക് സപ്ലിമെൻറ്റ്സ് ഒന്നും വാങ്ങി കഴിക്കേണ്ട ഒരാവശ്യവുമില്ല. പകരം നമ്മൾ സാധാരണ കഴിക്കുന്ന പല ഭക്ഷണത്തിലും പ്രോബയോട്ടിക് ആയിട്ടുള്ള ഒരുപാട് ബാക്ടീരിയാസ് ഉണ്ട്. എല്ലാ ബാക്ടീരിയകളും ഉണ്ട് എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ തൈര്, മോര്, അതുപോലെ ഫെർമെൻറ്റഡ് ഫുഡുകളുണ്ട്, കമ്പൂച്ച, പഴങ്കഞ്ഞി വളരെ നല്ലൊരു ഉദാഹരണമാണ്. ഇത്തരം ഭക്ഷണങ്ങൾ കഴിക്കുന്നതോടുകൂടി പ്രോബയോട്ടിക് ബാക്ടീരിയ നമ്മുടെ വയറിൽ കൂടുതലായിട്ട് വളരാൻ തുടങ്ങും. നമുക്കൊരു സംശയം ഉണ്ടാവും, അപ്പോൾ ഈ പ്രോബയോട്ടിക് ബാക്ടീരിയ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പം അത് ദഹിച്ചിട്ട് ഭക്ഷണം കഴിക്കുമ്പം നമ്മുടെ സ്റ്റൊമക്കിലെ അസിഡിറ്റി കാരണം ഈ ബാക്ടീരിയാസ് നശിച്ചു പോയില്ലേ എന്ന്. അവ ചിലതൊക്കെ നശിച്ചു പോകും. പക്ഷെ മെജോറിറ്റി പ്രോബയോട്ടിക് ബാക്ടീരിയ ആസിഡ് റെസിസ്റ്റൻ്റ് ആണ്, ബൈൽ റെസിസ്റ്റൻ്റ് ആണ്. അതായത് ഇവ ദഹനത്തെ ബാധിക്കില്ല. ഇവ നേരെ ഗട്ടിലെത്തുകയും അവിടെ വളരുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ആസിഡ് റെസിസ്റ്റൻറ്റ്, ബൈൽ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള പ്രോബയോട്ടിക് ബാക്ടീരിയ വേണം നമ്മൾ കഴിക്കാൻ. അതുകൊണ്ട് നമ്മുടെ വയറിൻ്റെ ആരോഗ്യത്തിനും നമ്മുടെ കുട്ടികളുടെയൊക്കെ വയറിൻ്റെ ആരോഗ്യത്തിനൊക്കെ വേണ്ടിയിട്ട് ഇത്തരം പ്രോബയോട്ടിക് റിച്ച് ആയിട്ടുള്ള ഭക്ഷണം നമ്മൾ നമ്മുടെ ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കണം. ഇനി എന്താണ് പ്രീബയോട്ടിക്? പ്രീബയോട്ടിക് എന്ന് പറഞ്ഞാൽ ഈ പ്രോബയോട്ടിക് ബാക്ടീരിയകൾക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണമാണ് പ്രീബയോട്ടിക്. ഇത് നമ്മുടെ സാധാരണ ഭക്ഷണത്തോട് ഒപ്പം തന്നെയുള്ള റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള സ്റ്റാർച്ചാണ്. അതായത് അന്നനാളത്തിലെ ദഹനത്തെ മറികടന്നിട്ട് കുടലിലെത്തുന്ന തരത്തിലുള്ള സ്റ്റാർച്ച് ഫൈബറുകൾ. ഈ ഫൈബറുകൾക്ക് ഉദാഹരണമാണ് നമ്മുടെ കപ്പ, ബനാന, അതുപോലെ തന്നെ അറബിക്കം എന്നൊക്കെ പറയുന്ന, അതുപോലെ തന്നെ പല റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള സ്റ്റാർച്ചുകളുണ്ട്. ഇതിനൊരു ഉദാഹരണമാണ് കപ്പ. സ്ഥിരമായിട്ട് കഴിക്കുന്ന കപ്പയും തൈരും ഒരു നല്ല പ്രീബയോട്ടിക് പ്രോബയോട്ടിക് കോമ്പിനേഷനാണ്. അതുപോലെ തന്നെ പച്ച ബനാന, പച്ചക്കായയിലുള്ള ഫൈബർ ഈ റെസിസ്റ്റൻറ്റ് സ്റ്റാർച്ചാണ്.
അതോടൊപ്പം തന്നെ കൂവപ്പൊടി, ആരോ റൂട്ടിൻ്റെ പൊടി ഉണ്ടല്ലോ, അതാണ് കൂവപ്പൊടി. കൂവപ്പൊടി, പിന്നെ അറബിക്കം ഒരു സോൾവൻ്റ് ആയിട്ട് വെള്ളത്തിലിട്ട് കലക്കിയിട്ട് കുടിക്കുന്നതാണ്. ഇങ്ങനെ ഒരുപാട് ഭക്ഷണങ്ങളുണ്ട്, പ്രീബയോട്ടിക്കും പ്രോബയോട്ടിക്കും. അപ്പോൾ ഇനി നമ്മുടെ ഭക്ഷണത്തിൽ ഈ പ്രീബയോട്ടിക് എലമെൻറ്റ്സ് ഉണ്ടോ പ്രോബയോട്ടിക് എലമെൻറ്റ്സ് ഉണ്ടോ എന്ന് നോക്കിയിട്ട് അത് ആഡ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ആരോഗ്യത്തിൽ, വയറിൻ്റെ ആരോഗ്യത്തിലും മനസ്സിൻ്റെ ആരോഗ്യത്തിലും നമ്മുടെ സ്ട്രെസ് ലെവൽ, ഉറക്കം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ നല്ല മാറ്റം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ കൂടുതൽ ഇത്തരത്തിലുള്ള വീഡിയോസിന് വേണ്ടി ഒന്ന് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ പരമാവധി ഒന്ന് ഷെയർ ചെയ്യുക.